ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിനത്തിലും ശക്തമാണ്. ടെഹ്റാനിലും ടെൽ അവീവിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുകൾ. ടെൽ അവീവിലെയും ഹൈഫയിലെയും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാൻ നിർദ്ദേശിച്ചു. ഇറാന്റെ ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി നിരുപാധികം കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഖമനേയി എവിടെയെന്ന് അറിയാമെന്നും വേണ്ടി വന്നാൽ കൊല്ലാൻ കഴിയുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനേന സതീഷാണ് നമുക്കൊപ്പം ചേരുന്നത്. അനേന, അനുദിനം സംഘർഷം കൂടിക്കൂടി വരികയാണ്, ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുകയാണ്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവ്, ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ, ഇവിടെയെല്ലാം ജനജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ്. സൈനിക താവളങ്ങളെയാണ് പൊതുവിൽ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടാർഗറ്റഡ് ആൻഡ് എസ്കലേഷൻ ആണ് എന്ന് പറയുമ്പോൾ പോലും സാധാരണ ജനങ്ങളാണല്ലോ കൊല്ലപ്പെടുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ്? ബിനിൽ, ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ 6ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ആക്രമണ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഈ ആക്രമണം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുമില്ല. ഇന്ന് പുലർച്ചെയോടെ തന്നെ ടെഹ്റാനിലും ടെൽ അവീവിലും സ്ഫോടനം ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് UN സുരക്ഷാ കൗൺസിൽ UAE മുന്നോട്ട് വന്നിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ എന്തായാലും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചുവെന്ന് ഇസ്രായേലും അറിയിക്കുന്നുണ്ട്. ഇന്നലെ ട്രംപ് ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരമോന്നത നേതാവ് ഖമേനിയെ എവിടെയാണുള്ളതെന്ന് അറിയാം, എപ്പോൾ വേണമെങ്കിലും കൊല്ലാൻ കഴിയുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് US-ലെ ജെറുസലേമിലെ അമേരിക്കൻ എംബസി താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ എംബസി അടച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഈ ഇസ്രായേലിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആദ്യ സംഘം അർമേനിയൻ അതിർത്തിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സംഘം 110 വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ്. അവരിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമെന്നും കൂടിയുള്ള ഒരു വാർത്തയുണ്ട്. എന്തായാലും 6ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും സംഘർഷം നിലനിൽക്കുന്നു എന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴവിടെയുള്ളത്. ബിനിൽ, അവിടെ സംഘർഷം നിലനിൽക്കുകയാണ്, രാത്രികൾ പകലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെൽ അവീവിൻ്റെയും ടെഹ്റാൻ്റെയും ഹൈഫയുടെയും ആകാശത്ത് പൂത്തിരി കത്തുന്നത് പോലെയാണ് മിസൈലുകൾ വന്ന് വീഴുന്നത്. പക്ഷേ കാണുന്നതിന് വർണ്ണമില്ല, ചോരയുടെ മണമാണ് ആ അന്തരീക്ഷത്ത് മുഴുവനും. അനേന സതീശാണ് വിവരങ്ങൾ നൽകിയത്.